എന്തിനാ ഇപ്പൊ ഇങ്ങനെ വാശി പിടിക്കുന്നേ? കട്ടിലിന്റെ മുകളിൽ നിന്ന് വീണു. ഈശ്വര, എന്നിട്ട്? ഒന്നും പറ്റിയില്ല. മോളെ ശ്രദ്ധിക്കാൻ ഇനി മുഴുവൻ സമയം ഒരാള് വേണം, ഇല്ലെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും. വരുന്നുണ്ട്. അച്ഛാ നോക്കി, പതിയെ പതിയെ. ഞാൻ ഉറങ്ങിയ തക്കത്തിന് കുട്ടികളെ കൊണ്ടുപോയ ദുഷ്ട ഏൽപ്പിച്ചല്ലേ? കുട്ടികളുടെ സങ്കടം കണ്ട് സഹിക്കാൻ വേണ്ടി അവിടെ കൊണ്ടാക്കിയത്. കുട്ടികളുടെ സങ്കടം കണ്ടപ്പോ നിങ്ങൾക്ക് വേദനിച്ചു, മറ്റുള്ളവരുടെ സങ്കടം നിങ്ങൾ കാണുന്നുമില്ല. നീ വെക്കോ, ഇരിയാൻ നോക്കിക്കോളാം. ഓ, നോക്കാനൊന്നുമില്ല. ഈ വീട്ടിലേക്ക് നിങ്ങൾ ഇനി കയറി പോവരുത്. ചായ്വ മരുമകളുടെ അടുത്തല്ലേ, ഇനിയുള്ള കാലം അവിടെ പോയങ്ങ് കഴിഞ്ഞാ മതി. സത്യമേ, കുട്ടികളുടെ നിർബന്ധം കൊണ്ടാ അച്ഛൻ. അച്ഛനോ? ഏതച്ഛൻ? ഇങ്ങേര് ബോധമില്ലാതെ എന്തൊക്കെ പറയുന്നു വെച്ച് അതിനൊപ്പം നീ ഇനി തുള്ളണ്ട. എടാ, നിന്റെ മകനെ പോലെ ഞാൻ സ്നേഹിച്ചതാ. എന്നിട്ടും നീ അവളുടെ വാക്കം കേട്ട് അവളുടെ വാലായി കൂടി. എനിക്കതിൽ പരിഭവം പരാതി ഒന്നുമില്ല. നീ അവൾക്ക് സംരക്ഷണം കൊടുക്കുകയോ കൂട്ടത്തിൽ കൂടുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, ഞാനൊന്നും മനസ്സ് തുറന്ന് ശപിച്ചാലുണ്ടല്ലോ, ഒരു കാലത്തും നിനക്കും അവൾക്കും ഗതി കിട്ടില്ല. എന്റെ മനസ്സ് നൊന്തുള്ള ശാപമാടാ. എന്റെ പാതി ജീവന അവൾ എന്നിൽ നിന്നും അടർത്തിയെടുത്തത്. സത്യമേ. വിഷ്ണു, നീ ഭാമറിയൊന്നും കാര്യമാക്കണ്ട, നീ പോകാൻ നോക്ക്. ഇല്ലെങ്കിലേ കുട്ടികളും അവളും പേടിക്കും. പോ. മരുമകളുടെ കാര്യത്തിൽ ഇത്രയും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് സൗകര്യം ഉണ്ടാട്ടെ. നീ ആരോട് എന്നെ ഭരിക്കാൻ വരാൻ? നിന്നെ ഞാനവിടെ കെട്ടിക്കൊണ്ട് വന്നേ. ഇത് എന്റെ വീടാ. ഞാൻ പണിഞ്ഞ എന്റെ വീട്. ഇവിടെ ഞാൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. അതൊക്കെ എന്റെ ഇഷ്ടമാ. അത് ഈ വീട്ടിൽ നടക്കത്തില്ലെന്നാ പറഞ്ഞത്. എങ്കിലേ ഇപ്പൊ നീ ഇവിടെ നടക്കണം. ഞാൻ വെച്ച എന്റെ വീട്ടിൽ നിന്നോണ്ട് എന്നെ ഭരിക്കാൻ വരുന്നോ? ഇനി മേല എന്റെ മേല് കുതിര കയറാനാണ് വന്ന ആ നിമിഷം നിന്റെ സ്ഥാനവേ ഈ വീടിന്റെ പുറത്താ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തോടെ നോക്കിക്കുന്നേ? വേഗം വീട് തന്നെ നോക്ക്. പോവാ. പോ. എന്നെ ഭരിക്കാൻ വന്നേക്കുന്നു ഓളു. നീ അവളും കൂടി ചേർന്ന് ഇങ്ങനെ പിരികേറ്റി വിട്ടിരിക്കുകയാണല്ലേ? നീ അവളോട് പോയി പറഞ്ഞേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങേര് പറഞ്ഞതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തോളാം അവിടെ. ഞാനൊന്ന് കാണട്ടെ അങ്ങേര് ആരെ ഇറക്കി വിടുന്നെന്ന്. ഇറക്കി വിടും പോലും, അതും എന്നെ. പിരികേറ്റി വിട്ടിരിക്കുക അവൾ എന്നെ ഇറക്കി വിടാൻ. എത്രേ? 50. മിസ്റ്റർ ഓൾഡ്മാൻ, നിങ്ങളെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പോവാ. എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ദാ ഇപ്പൊ പറയണം. ഒരു ഒബ്ജക്ഷനും ഇല്ലേ? പക്ഷെ കൊണ്ടുപോകുന്ന ആള് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുമെന്ന് എനിക്ക് എഴുതി ഒപ്പിട്ട് തരണം. മറ്റു വല്ല ഡിമാൻഡ്സും? എന്റെ ഭാര്യയും കൂടെ കൊണ്ടുപോകാൻ വല്ല മാർഗമുണ്ടോ? ശരിക്കും തോക്ക് വെച്ച് പൊട്ടിക്കേണ്ട മുതലാ. പൊട്ടിച്ചോളൂ. കൊച്ചുമകളുടെ കൈകൊണ്ട് മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ അതും ഒരു സൂതമെന്നേ ഞാൻ പറയൂ. എന്റെ മുത്തശ്ശൻ അങ്ങനെ ഇങ്ങനൊന്നും പോകുന്ന ലക്ഷണമൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. അല്ല, ഇതെപ്പോ വന്ന് ചാടി? അതോ വന്ന വഴി ഇങ്ങോട്ടേക്കാണോ വന്നേ? അമ്മയുടെ അടുത്തേക്ക് പോയില്ലേ? ബാഗും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ വീണ്ടും അമ്മയും മോളും തമ്മിൽ വഴക്കിട്ടു അല്ലേ? വഴക്കിട്ട് കാണും.
ഇവര് തമ്മിൽ ചേരില്ലല്ലോ. നിങ്ങളുടെയല്ലേ മോള്? മാനേജർ പറഞ്ഞ സ്കൂളിൽ പോരെ, സ്വന്തം മോളെടുത്ത് വേണോ? ഞാനായിട്ടങ്ങ് സെറ്റ് ആവില്ലെന്നേ. ഓ, അല്ല, അപ്പൊ നിന്റെ പഠിത്തമൊക്കെ? വെക്കേഷനാ, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടേക്ക് തന്നെ കാണും. അതുകൊണ്ട് രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് നിന്ന് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ വെച്ച് തന്ന് എന്നെ അങ്ങ് സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എപ്പിടി പുരിഞ്ചിതാ? ഊ, നീ ഇങ്ങോട്ടേക്കാ പോന്നെന്ന് ദുർഗയോട് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ തമ്മിൽ നല്ല ഉടക്ക, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പൊ അമ്മ വന്ന് വിളിച്ചാലും ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. അല്ല, ഇവിടെ പുതിയ ഗസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. എവിടെ കാണട്ടെ? ആ, വാ. അയ്യോ മോളെ, മോളെ, എന്റെ മോളെ, മോളെ, അയ്യോ പോട്ടെ മോളെ, ഒന്നുമില്ല, ഒന്നും പറ്റിയില്ലേ? കരയില്ലേ, ഒന്നുമില്ലേ? എന്തുപറ്റി? അയ്യോ, അത് കട്ടിലിൽ നിന്ന് വീണു. അയ്യോ, എങ്ങനെ? അത് നരങ്ങി നീങ്ങിയതായിരിക്കും. ഞാൻ വാഷ്റൂമിലായിരുന്നു. അരുണ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? വല്ലതും പറ്റിയോ നോക്കി. ഒന്നുമില്ല മോളെ. ഡോക്ടറെ കാണിക്കണോ? കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഈ പാല് കൊടുക്കണേ, പാല് കൊടുക്ക. വേദനിച്ചിട്ടാവും, അല്ലാതെ വിശന്നിട്ടല്ല മൂർത്തി. എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ. എന്താ? നീ വരുന്ന വഴിയാണോ? ആ അതെ അങ്കിൾ, ഇനി കുറച്ച് ദിവസം ഞാനിവിടെ കാണും. ഞാൻ എടുക്കണോ ആന്റി? കൈമാറിയ അവൾക്കറിയാം. ആദ്യം ഈ കരച്ചിലൊന്നും നിർത്തട്ടെ. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വാശി പിടിക്കുന്നേ? കട്ടിലിന്റെ മുകളിൽ നിന്ന് വീണു. ഈശ്വര, എന്നിട്ട്? ഒന്നും പറ്റിയില്ല. മോളെ ശ്രദ്ധിക്കാൻ ഇനി മുഴുവൻ സമയം ഒരാള് വേണം, ഇല്ലെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം സംഭവിക്കും. ഒരു ഫ്രണ്ടാ, ഞാനിപ്പോ വരും, ഒരു മിനിറ്റ്. ഇങ്ങനെ ഓഹോ, പോട്ടെ. എന്തിനാ കരയുന്ന വാവേ? കട്ടിലിന്റെ മുകളിൽ നിന്ന് കുട്ടികളൊക്കെ വീഴുന്നത് സാധാരണമാണ്. ഇവൻ തന്നെ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്. എന്നാലും മോളെ നോക്കാൻ ഒരാള് വേണം. അച്ചോ, കരയല്ലേ? എന്താടാ, എന്താ കുഞ്ഞേ? ഹലോ, എന്തായി മോളെ? ഞാനിവിടെ എത്തി. ആളെ കണ്ടു. ഇനി കയ്യിലെടുക്കേണ്ട താമസേ ഉള്ളൂ.